തിരുവനന്തപുരം കൈമനത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മരിച്ച ഷീജയുടെ ആൺസുഹൃത്ത് സജികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് മൊഴിയെടുക്കും. അതേസമയം പോലീസ് കർശന നടപടിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മരിച്ച ആളിന്റെ സഹോദരൻ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ച് പോലീസ് നടപടിയെടുക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. പോലീസ് വളരെ കർശനമായ നിലപാടെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല നിലയിലുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവർത്തി ചേരുകയാണ് നിർഭൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയാണ്? കൈമന അമൃത സ്കൂളിന് സമീപം ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണുന്നത്. ആദ്യം ബന്ധുക്കളാണ് ഈ സംഭവം പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. ഇന്ന് ആ സമയം മുതൽ തന്നെ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇത് മരിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾക്കോ നാട്ടുകാർക്കോ ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി ഈ പറഞ്ഞ മരിച്ച ആളിന്റെ ബന്ധു ആണ് അവിടെ എത്തി മൃതദേഹം സ്ഥിരീകരിച്ചത്. കരമനയ്ക്കടുത്തുള്ള കരിമ സ്വദേശിയായിട്ടുള്ള ഷീജയാണ് മരിച്ചത് എന്ന് ബന്ധുവായ സഹോദരൻ തന്നെ ഇത് തിരിച്ചറിഞ്ഞു. ഷീജയുടെ ആൺ സുഹൃത്ത് സജികുമാറിന് ഒപ്പമായിരുന്നു ഷീജ അധികകാലം താമസിച്ചിരുന്നത്. ഇതിനിടയിൽ ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടായി. ഇതിനുശേഷം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഹോസ്റ്റലിലാണ് അവസാനം ഷീജ താമസിച്ചിരുന്നത് എന്ന് ഈ സഹോദരൻ തന്നെ ബന്ധു തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ മരണത്തിലെ ദുരൂഹത കൂടി അവർ പറയുന്നുണ്ട്. തുടർന്ന് പോലീസ് ഈ മരിച്ചു കിടന്ന ആൾപ്പാർപ്പില്ലാത്ത പറമ്പിന്റെ തൊട്ടടുത്താണ് ഈ ആൺ സുഹൃത്ത് സജികുമാർ താമസിക്കുന്നത്. സജികുമാറിനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പോലീസ് കരമന SHO പറയുന്നത് ഇയാളുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത സജികുമാറുമായി മൊഴിയെടുക്കും. ഇയാൾക്ക് ഈ കേസുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ഈ കാര്യങ്ങളിൽ മരണത്തിന് ദുരൂഹതയുണ്ട്. രാത്രിയാണ് ഈ കത്തിക്കരിഞ്ഞ നിലയിൽ നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. ആത്മഹത്യയാണോ മറ്റു തരത്തിലുള്ള കൊലപാതകവും മറ്റോ ആണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഷീജ കുറച്ചു കാലമായി വീടുമായി അകന്നു കഴിയുന്ന ഒരാളാണ്. ഈ സജികുമാറിനൊപ്പമായിരുന്നു അധികകാലം താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്തതും മറ്റ് കലഹങ്ങളും ഉണ്ട് എന്നതാണ് ബന്ധുക്കളുടെ ആരോപണം. പോലീസ് നടപടിയെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഫോറൻസിക് വിദഗ്ധർ എത്തി പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക. മരണത്തിന്റെ ദുരൂഹത സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം പോലീസ് നടത്തുമെന്ന് സംഭവ സ്ഥലം സന്ദർശിച്ച മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുകയും ചെയ്തു. അസിത. ശരി, ഇന്ദ്രപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.